നമസ്കാരം. ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസ് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. അറസ്റ്റിലായ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കോട്ടുകാൽക്കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത്. ശ്രീതുവിന്റെ അനുജൻ ഹരികുമാറാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീതുവുമായും വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് സൂചന. ഇതു നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചു. കൊലപാതകത്തെക്കുറിച്ച് ശ്രീതുവിന് അറിവില്ലെന്നാണ് പോലീസ് നിഗമനം. കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവയ്ക്കാനും പ്രതി ശ്രമിച്ചു. കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഹരികുമാർ മുമ്പും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു. ശ്രീതുവിനെ ഇന്നലെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. കുടുംബത്തിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട്. ഇത് പോലീസ് പരിശോധിക്കും. ഏറെ നാളായി ശ്രീതുവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ്. ഇവർക്ക് 8 വയസ്സുള്ള മകൾ കൂടിയുണ്ട്. ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് ശ്രീജിത്ത് വന്നിരുന്നത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ തർക്കങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു. കുഞ്ഞിനെ കൊന്ന ശേഷം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന സംശയം ശക്തമാണ്. കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി. അമ്മയുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ചു. അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മ ശ്രീകലയെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു. ശ്രീതുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന. ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സഹോദരിയെ ഇഷ്ടമായിരുന്നുവെങ്കിലും കുട്ടികളെ ഇഷ്ടമല്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ്. ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീതുവിൽ നിന്നുണ്ടായതെന്നാൽ പോലീസ് ശ്രീതുവിനെയും സംശയിച്ചു. ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീതു മക്കളെയും കൂട്ടി മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം താമസം തുടങ്ങിയത്. അമരവിളയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് മക്കളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ശ്രീതുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തിയിരുന്ന ശ്രീജിത്ത് ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് ഇവിടെയാണ് കിടന്നത്. ഒരാഴ്ച മുൻപ് അടിയന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കൾ ചേർന്ന് ശ്രീതുവിനെയും ശ്രീജിത്തിനെയും ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും ശ്രീജിത്തിനൊപ്പം പോകില്ലെന്ന് ശ്രീതു വാശി പിടിച്ചു. സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരനാണ് ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് സംശയമായി മാറുന്നു. ഇളയ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നു ചേർന്നതെന്ന് ഹരികുമാർ വിശ്വസിപ്പിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കും.